നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാലും ചില വാർത്തകൾ ഒക്കെ ഓപ്പൺ ചെയ്താലും ഒക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. പല പല ഗ്രഹങ്ങളും മാറി മറിയുന്നു, പലതും സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ. വ്യാഴം മാറി, ശനി മാറി, രാഹു വരുന്നു, കേതു വരുന്നു, ഇന്നത് സംഭവിക്കും. ചിലർക്ക് ശനി നല്ലതാണ്, ചിലർക്ക് ശനി മോശമാണ്. വ്യാഴം നിങ്ങൾക്ക് ലോട്ടറി അടിപ്പിക്കും, കേതു നിങ്ങളെ കുഴിയിലേക്ക് തള്ളി വീഴ്ത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല പ്രവചനങ്ങൾക്കും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോ ഏതായാലും ശനി ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് മോശമാണ്. അതിൽ നമ്മുടെ വയനാട് MP ആയ പ്രിയങ്ക വാദ്രയ്ക്ക് ശനി നല്ലതാണോ മോശമാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പ്രിയങ്ക വാദ്രയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി നവ്യ ഹരിദാസിന്റെ ഹർജിയിന്മേലാണ് മേൽ നടപടി ഉണ്ടായിരിക്കുന്നത്. നവ്യ ഹരിദാസും BJPയും NDAയും ആരോപിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തന്റെ സ്വത്തുവിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് പ്രിയങ്ക വാദ്ര വയനാട്ടിൽ മത്സരിച്ചതും വിജയിച്ചതും എന്നുള്ളതാണ്. അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ നവ്യ ഹരിദാസും BJPയും ഈ ആരോപണം വരണാധികാരിയായ കലക്ടർക്ക് മുമ്പിൽ വെക്കുകയും പരാതി നൽകുകയും ചെയ്തെങ്കിലും അത് പരിഗണിക്കപ്പെടാതെ പോവുകയായിരുന്നു. അങ്ങനെയാണ് പ്രിയങ്ക മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഏതായാലും അന്ന് തന്നെ പറഞ്ഞിരുന്നു നവ്യ ഹരിദാസ്, ഞാനിത് കോടതിയിൽ എന്തായാലും പരാതി നൽകും എന്നുള്ളത് അന്ന് തന്നെ BJPയും നവ്യ ഹരിദാസും പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് നൽകിയ ആ പരാതി ഇപ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടുകൊണ്ട് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു, നോട്ടീസ് അയച്ചിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയണം എന്ന് പ്രിയങ്ക ഗാന്ധിയോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് പ്രിയങ്ക ഗാന്ധി എന്താണ് പറഞ്ഞത്? BJP കള്ളം പറയുന്നു, എന്റെ സ്വത്തുവിവരങ്ങൾ അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വാരണാധികാരിക്ക് കലക്ടർക്ക് പരിശോധിക്കാമല്ലോ, എന്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളിയില്ല? എന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു, അതുകൊണ്ട് BJP കള്ളം പറയുകയാണ് എന്നാണ് അന്ന് അവകാശവാദം ഉന്നയിച്ചത്. ഇന്നിപ്പോൾ ഹൈക്കോടതി ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഗതാർഹം. ഏതായാലും VVIPകൾക്ക് ഇവിടെ പ്രത്യേക നിയമമൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചതിന് ഹൈക്കോടതിക്ക് പ്രത്യേകം അഭിനന്ദനമുണ്ട്. ഇതൊരു നല്ല ലക്ഷണം ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഹൈക്കോടതി നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ പ്രിയങ്ക വാദ്ര നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന്. ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കും തനിക്കും കൂടി 78 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞത് സത്യവാങ്മൂലത്തിൽ. 12 കോടി സ്വന്തമായിട്ട്. ഇതിൽ ദില്ലി മെഹ്റോളിയിൽ 2 കോടി 10 ലക്ഷം രൂപയുടെ കൃഷിഭൂമിയും ഫാം ഹൗസും ഉണ്ട്. ഷിംലയിൽ 5.63 കോടി രൂപയുടെ മൂല്യം വരുന്ന വീടും സ്വത്തും, 550 പവൻ സ്വർണവും 30 ലക്ഷം രൂപയുടെ വെള്ളിയും പ്രിയങ്കയ്ക്കുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. 550 പവൻ സ്വർണം. അപ്പോൾ ഒരു 100 പവൻ സ്വർണം എടുത്തിട്ട് ഈ വയനാട്ടിലെ പ്ലാസ്റ്റിക് കെട്ടി കഴിയുന്ന പാവം ആദിവാസികളുണ്ടല്ലോ, കാട്ടുനായ്ക്കരൊക്കെ, വനത്തിനുള്ളിലും ആ ബോർഡറിലൊക്കെ കഴിയുന്നവര്, അവർക്കൊരു 10 പേർക്ക് 10 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഒരു അടച്ചുറപ്പുള്ള വാതിലുള്ള ആരോട് പറയാൻ? നമ്മൾ കേട്ടിട്ടില്ലേ, ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നതേ അടച്ചു വെക്കുന്നവരെ, അടങ്ങി ഒതുങ്ങി ഈ മഹാലക്ഷ്മിയെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ മഹാലക്ഷ്മി വിധേയായിരിക്കൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ വാരി എറിഞ്ഞ് ദയാവായ്പ കൊണ്ട് ഇങ്ങനെ ഈ സ്വന്തം പൈസയും സ്വർണ്ണമൊക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നവർക്കൊന്നും മഹാലക്ഷ്മി കൂട്ടത്തിൽ ഇരിക്കില്ല അത്ര. അതുകൊണ്ടാണ് കമ്മലും മാലയും പോലും ഇടാത്ത പ്രിയങ്ക വാദ്രയ്ക്ക് 500 ചില്ലറ പവൻ സ്വർണവും 30 ലക്ഷം രൂപയുടെ വെള്ളിയും ഒക്കെ ഉള്ളത്. അത് പെട്ടിയിലിരിക്കുകയാണ്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 66 കോടി രൂപയുടെ ആസ്തിയാണ് റോബർട്ട് വാദ്രയ്ക്ക് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് യഥാർത്ഥ കണക്കല്ല എന്നുള്ളതാണ് BJP പറയുന്നത്. യഥാർത്ഥ കണക്ക് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ റോബർട്ട് വാദ്രയ്ക്കെതിരെ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസിയുടെ മേശപ്പുറത്തുണ്ട് എന്നുള്ളതും BJP പറയുന്നുണ്ട്. അപ്പോൾ
BJPയുടെ നവ്യ ഹരിദാസിന്റെയും ആരോപണ പ്രകാരം AJL കമ്പനിയിൽ പ്രിയങ്കയ്ക്കുള്ള ഷെയർ കാണിച്ചിട്ടില്ല, റോബർട്ട് വദ്രയുടെ യഥാർത്ഥ സ്വത്ത് വിവരം കാണിച്ചിട്ടില്ല. അങ്ങനെ പല കമ്പനികളിലും ഷെയറുകളുണ്ട്, സ്വത്തുക്കളുണ്ട്, ആസ്തികൾ വേറെയുമുണ്ട് എന്നുള്ളതാണ് ആരോപണം. എന്തായാലും യഥാർത്ഥ വസ്തുത പുറത്തു വരട്ടെ, അതാണ് വേണ്ടത്. ഈ കുടുംബാധിപത്യം കൊണ്ട് ഇവർ എന്തൊക്കെ നേടിയിട്ടുണ്ട്, ഈ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഒരു പാർട്ടിയാണ് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേറെ സമ്പാദ്യമുണ്ടാക്കുകയും അധികാരം നിലനിർത്തുകയൊക്കെ എത്ര കാലമായി ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയും മമ്മി സോണിയാഗാന്ധിയും തന്നെ നാഷണൽ ഹെറാൾഡ് എന്ന ആ കേസിൽ പ്രതികളായി ജാമ്യത്തിലാണെങ്കിൽ വിലസി നടക്കുന്നത്. നാഷണൽ ഹെറാൾഡ് എന്താണെന്ന് ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ പിന്നെ എന്താണ് കോൺഗ്രസിന്റെ ഒരു പൊതു സ്വത്തായ യങ് ഇന്ത്യ എന്ന പത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരുപാട് ഷെയറുകൾ ഇവരുടെ സ്വന്തമാക്കിയ ആ ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. അതിൽ യഥാർത്ഥ വസ്തുതകൾ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്, രണ്ടുപേരെയും പ്രതികളാക്കിയിരിക്കുന്നത്. ജയലളിതയ്ക്ക് ജയിൽ മേടിച്ചു കൊടുത്ത സുബ്രഹ്മണ്യ സ്വാമിയാണ് കേസ് കുത്തിപ്പൊക്കിയിരിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ചെറിയ മീനല്ല, കേസും ചെറുതായിരിക്കില്ല. അങ്ങനെ ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഇവര് ഈ കളി മുഴുവനും കളിക്കുന്നത്. അധികാരം നിലനിർത്തി സ്വന്തം സ്വത്തും സുഖഭോഗങ്ങളും സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നെഹ്റുവിൻ്റെ അച്ഛൻ മകന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ആ സിംഹാസനം കുടുംബാധിപത്യത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇന്നും അധികാരം കയ്യിൽ കിട്ടാത്തതാണ് രാഹുൽ ഗാന്ധിയെ ബാധിച്ചിരിക്കുന്ന ആ മതിഭ്രമം. അതാണ് രാഷ്ട്രത്തിന് എതിരായിട്ടും ദേശീയതയ്ക്ക് എതിരായിട്ടും ഒക്കെയും പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന് അധികാരം കയ്യിലില്ലാത്തത് എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മമ്മിയും മകനും ഒക്കെ പ്രതികളായി ഇരിക്കുമ്പോൾ ഇപ്പോൾ മകളും പ്രിയങ്ക വാദ്ര എന്ന മകളും കേസിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ്. നോട്ടീസ് ഇനി കൈപ്പറ്റി കോടതിയിൽ എത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും സത്യവാങ്മൂലത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് കോടതിക്ക് മുമ്പാകെയും ജനങ്ങൾക്ക് മുമ്പാകെയും വിശദീകരിക്കേണ്ട അവസ്ഥയിലാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഉള്ളത്. ഈ സ്വത്തുക്കൾ മുഴുവനും സംരക്ഷിക്കാനുള്ള അധികാരത്തിനും നയതന്ത്രപരമായ ആ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ ജയിക്കില്ല എന്ന് കണ്ടിട്ട് വയനാട്ടിൽ വന്ന് മത്സരിച്ചത്. വയനാട്ടിലെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പൊ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ഭാഗമായ നിലമ്പൂരിൽ നടക്കുന്ന ആ ചക്കളത്തിപ്പോര് നാം കാണുന്നില്ലേ? VD സതീശൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സകല വർഗീയതയും പോയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പഴയതുപോലെയല്ല, പുതിയതാണ്. മൗദൂദി ഉണ്ടാക്കിയ കാലം മുതൽ അതിന്റെ ഭരണഘടനയിലുള്ളത് എന്താ? ഇസ്ലാമിക രാഷ്ട്രമാണ്, ശരീഅത്ത് നിയമപ്രകാരമുള്ള രാഷ്ട്രമാണ്. അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് VD സതീശൻ കേരള ജനതയോട് ഒന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെയുള്ള വർഗീയ പാർട്ടികളുടെയും ഒക്കെ സപ്പോർട്ട് വാങ്ങിക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് അപ്പുറത്തുനിന്ന് പറയുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര വർഗീയമാണ്, പക്ഷെ PDP അങ്ങനെ അല്ല കേട്ടോ, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് PDPക്ക് യാതൊരു വർഗീയതയില്ല, അതിനെ കൂട്ടാം. അങ്ങനെ LDFും UDFും പരസ്പരം മത്സരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ, ആ ന്യൂനപക്ഷ വർഗീയത എന്ന കരാള സർപ്പത്തെ പാല് കൊടുത്ത് പോറ്റുകയാണ്. അപ്പൊ ചോദിക്കും, BJP എന്തുകൊണ്ട് PDP ആയിട്ട് കാശ്മീരിൽ സഖ്യം ഉണ്ടാക്കിയെന്ന്? ദേശീയതയുടെ പാതയിലേക്ക് കൊണ്ടുവരാനാണ്, ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇപ്പൊ കാശ്മീരിലെ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നോർത്ത് ഈസ്റ്റിലും പല സംഘടനകളോടും സഖ്യമുണ്ട്. BJP അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന് ദേശീയത എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ പാർട്ടിയെ കൂട്ടത്തിൽ കൂട്ടി മെരുക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പാലൂട്ടി വളർത്തി ഹമാസിന് സിന്ദാബാദ് പാടി ന്യൂനപക്ഷ പ്രീണനം നടത്തി
ഇസ്ലാമിക ഭീകരതയെ വളർത്തുക എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യം. അവരിലും കൂടി ദേശീയത ഉണ്ടാക്കിക്കൊണ്ട്, തങ്ങളിലെ ദേശീയത വ്യാപിപ്പിച്ചുകൊണ്ട് അവരെ ദേശീയ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒമർ അബ്ദുള്ളയെയും വനിതാ നേതാവായ അവരുടെ പേര് ഞാൻ മറന്നുപോയി, അവരുടെയും ഒക്കെ ഇപ്പോഴത്തെ നിലപാട് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. കാശ്മീരിലെ അവര് നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ ദേശീയ പക്ഷത്തേക്ക് വന്നിരിക്കുന്നു. അതല്ല LDFും UDFും ചെയ്യുന്നത്. സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് LDFും UDFും ഈ ഭീകരവാദികൾക്ക്, മതവാദികൾക്ക്, വർഗീയവാദികൾക്ക് പാലൂട്ടിക്കൊടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വോട്ട് നേടിക്കൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഒരു ജനതയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. അപ്പോൾ വയനാട് പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ വന്ന് മത്സരിക്കുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. ആ അധികാര കസേരയുടെ ആ നയതന്ത്ര സംരക്ഷണം വെച്ചുകൊണ്ട് സ്വന്തം സ്വത്ത് സമ്പാദിക്കാനാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വന്നത്. റോബർട്ട് വദ്രയ്ക്കും കൂടെ അതിന്റെ സംരക്ഷണം നൽകാനാണ്. ഇനി അടുത്തത് മക്കളെ കൂടി ഇറക്കാൻ വേണ്ടി ഒരു ഭൂമിക ഉണ്ടാക്കി വെക്കാനാണ്. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ രാഷ്ട്രീയമായി കുറെ കൂടി പ്രബുദ്ധതയോടുകൂടി ചിന്തിച്ചാൽ മാത്രമേ രാഷ്ട്രം ബാക്കിയുണ്ടാവൂ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.